ഹായ്, ഇന്നത്തെ സ്റ്റോറി ടൈമിൽ സച്ചിൻ തെണ്ടുൽക്കർ പറഞ്ഞൊരു കഥയാണ്. കളിയിലെ റെക്കോർഡുകളെല്ലാം തകർത്ത് പ്രശസ്തിയുടെ വിഹായസിൽ വിരാജിക്കുന്ന കാലം. ഞാൻ ബഹ്റിൻ സ്പോർട്സ് മന്ത്രിയുടെ ക്ഷണപ്രകാരം ബഹ്റിനിൽ പോയി ഗൾഫ് എയറിന്റെ കൊച്ചിയിലേക്കുള്ള സർവീസിൽ ബിസിനസ് ക്ലാസ്സിൽ തിരിച്ചു വരികയായിരുന്നു. എന്റെ തൊട്ടടുത്ത സീറ്റിൽ ലളിത വസ്ത്രധാരിയായ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. മറ്റു യാത്രക്കാർ എന്നെ തിരിച്ചറിയുകയും എന്റെ കൂടെ സെൽഫി എടുക്കാൻ തിടുക്കം കാണിക്കുകയും എന്നോട് സംസാരിക്കാൻ മത്സരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന അദ്ദേഹം എന്നൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അയാൾ മൊബൈലിൽ എന്തോ കുത്തിക്കുറിക്കുകയും ജനലിലൂടെ പുറത്തേക്ക് നോക്കി വിഹായസിന്റെ നീലിമ ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എയർ ഹോസ്റ്റസ് ശിവാശ്രീകൾ ഓഫർ ചെയ്തപ്പോൾ അയാൾ അത് ഭവ്യതയോടെ നിഷേധിച്ചു. മദ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ആ വിമുഖത എന്നെ ഹഠാതാകർഷിച്ചു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം സുസ്മേധവതനായി എന്നെ നോക്കുകയും സലാം പറയുകയും ചെയ്തു. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ മനഃപൂർവ്വം സംസാരം ക്രിക്കറ്റിലേക്ക് വലിച്ചിഴച്ചു. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഓഹ്, വല്ലപ്പോഴും, വർഷങ്ങളായി ഒരു കളിയൊക്കെ കണ്ടിട്ട്. ഞാനൊരു ക്രിക്കറ്റ് കളിക്കാരനാണ്. ഗ്രേറ്റ്, വളരെ നല്ല കാര്യം. അദ്ദേഹം വീണ്ടും മൊബൈലിൽ ഗൗരവമായിട്ട് എന്തോ കുറിച്ചുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ മൊബൈൽ അദ്ദേഹത്തിന് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഒരു ഫോട്ടോ എടുത്തു തരുമോ? ആദ്യമായിട്ടാ ബിസിനസ് ക്ലാസ്സിൽ, അതുകൊണ്ടാ. ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാനാ. ഒരു ചെറു ചിരിയോടെ വിനയപുരസരം മൊബൈൽ വാങ്ങി അദ്ദേഹം ഫോട്ടോ എടുത്തു തന്നു. വിമാനം കൊച്ചിയിലെത്തി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ സച്ചിൻ തെണ്ടുൽക്കർ. അദ്ദേഹം എന്നോട് വിനയപൂർവ്വം പറഞ്ഞു, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ ഷാഹുൽ മലയിൽ. ലോകമറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനായ എന്റെ കണ്ണു തള്ളിപ്പോയി. ഈ മഹാനാണോ എന്നോടൊപ്പം ഇരുന്നിരുന്നത്? എന്തൊരു വിനയം, എന്തൊരു കുലീനത. ഗുണപാഠം: നിങ്ങൾ എത്ര വലിയവനാണെങ്കിലും നിങ്ങളറിയാതെ നിങ്ങളെക്കാൾ വലിയൊരാൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായേക്കാമെന്ന സത്യം അന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് വിനയാന്വിതരായിരിക്കുക. പല പേജുകളിലും ഗ്രൂപ്പുകളിലും ഇത് അമിതാഭ് ബച്ചനായും സച്ചിൻ തെണ്ടുൽക്കറായും രത്തൻ ടാറ്റയുടെ പേരിലൊക്കെ കറങ്ങുന്നുണ്ട്. അനുകരണങ്ങളിൽ വഞ്ചിതരാവാതിരിക്കുക.